ഞാൻ പറഞ്ഞു എൻ്റെ ടീം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഏത് ഇന്ത്യക്ക് വേണ്ടി ഈ ഓറഞ്ച് കിടക്കുമ്പോൾ വിളിച്ച് കളിക്കാൻ പറഞ്ഞാൽ കളിക്കുന്നു. കഴിഞ്ഞ 3 വർഷം ആറാറ് കളിച്ചത് ആ 11 പേര് ഞാൻ കളി നിർത്തുന്നവരെ അവരോട് കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ IPL റൂള് കാരണം നമുക്ക് അങ്ങനെ പറ്റത്തില്ല. പക്ഷെ ഒരു 10 നല്ല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ അതിലൊരു നല്ല തീരുമാനം എടുത്തു. ബാക്കി 9 ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കാം, ഉറപ്പായിട്ടും ചോദിക്കാം. ആറാറിന്റെ ഫാൻ ആകുമ്പോൾ ഉറപ്പായിട്ട് ആ ചോദ്യം ചോദിക്കാം. ഞാൻ കോച്ചും ഓണർ വരെ ഇതുവരെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നോ, ജോസ് ബട്ട്ലർ എന്റെ എതിരെ ബാറ്റ് ചെയ്യാൻ വന്നത് എന്ത് ചെയ്യും? UC ചഹലിന്റെ സഞ്ജുവിനെ അഗേൻസ്റ്റ് ബോൾ ചെയ്യാൻ വന്ന എന്ത് ചെയ്യും? അശ്വിൻ ബോൾ ചെയ്യാൻ വന്ന എന്ത് ചെയ്യും? അപ്പൊ അതൊക്കെ കുറച്ച് ഈ IPL ഒരു മസാല അങ്ങനെയാണ്. ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു സംഭവമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ തീരുമാനം എടുത്തത്. സഞ്ജു എങ്ങനെയാണ് 2024 അവസാനിക്കുമ്പോൾ 2024 എങ്ങനെയാണ് കാണുന്നത്? ഭയങ്കര സന്തോഷമുള്ളൊരു വർഷമാണ്. നമ്മള് ഇത്രയും വർഷത്തിൽ കാത്തിരുന്നൊരു വർഷമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മള് കളിക്കുന്നുണ്ട് ഇന്ത്യക്ക് വേണ്ടി, ഇടയ്ക്ക് കളിക്കുന്നുണ്ട്, ഇടയ്ക്ക് കളിക്കുന്നില്ല, ഔട്ടാവുന്നുണ്ട്, 50 അടിക്കുന്നുണ്ട്, 30 20 കഴിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഒരു സക്സസ്ഫുൾ കാലണ്ടർ ഇയർ എപ്പോഴാണ് ഉണ്ടാകുന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നതായിരുന്നു. അപ്പോൾ അത് ഈ ഒരു വർഷത്തിൻ്റെ ലാസ്റ്റ് സമയത്താണ് നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വലുതായിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷം എനിക്ക് മാത്രമല്ല, എനിക്ക് എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും ആ ക്രെഡിറ്റ് കൊടുത്ത് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു. കാരണം ഒരു ആളുടെ കൂടെ നന്നായിട്ട് ചെയ്യുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ എൻ്റെ കൂടെ ഞാൻ മോശമായിട്ട് ചെയ്തപ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആൾക്കാരുടെ കൂടുതൽ എൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നന്ദി പറഞ്ഞിട്ടുണ്ട്.